ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മേലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ഐസ്ക്രീമുമായിട്ടാണ്. ഞാൻ ഓൾറെഡി 2 ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറേ പേര് ട്രൈ ചെയ്ത് ഇപ്പോഴും പലരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് വരുന്ന 2 ഐസ്ക്രീമാണ്. ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ളതും ഒന്ന് ബിസ്ക്കറ്റ് കൊണ്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ ഈ ഐസ്ക്രീം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ കുട്ടികളെ പറ്റിക്കാൻ പറ്റിയൊരു ഐസ്ക്രീം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആണെന്നൊന്നും പറയുന്നില്ല. കാരണം ഇത് ഈ സമയത്ത് പുറത്തുനിന്ന് നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റുന്ന യാതൊരു മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവങ്ങൾ കൊണ്ടുള്ള ഒരു ഈസി ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ആക്ച്വലി ഞാൻ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാല്, അതൊന്ന് ചൂടാവട്ടെ. അപ്പൊ കാച്ചാത്ത പാലാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ സാധാരണ നമ്മുടെ കുപ്പി ഗ്ലാസ്, ചായ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പാല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിൽ കോൺസ്റ്റാർച്ച്, കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അതിന്റെ കൂടെ എസൻസ്, വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീം ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാനില ഉണ്ടെങ്കിൽ വാനില തന്നെ എടുക്കാം. 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ. നിങ്ങൾ കോൺസ്റ്റാർച്ച് ആണ് എടുക്കുന്നതെങ്കിൽ 1.5 സ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 1.5 സ്പൂൺ കോൺസ്റ്റാർച്ച് എടുത്തിട്ട് അത് കൊഴുപ്പ് കുറവായിട്ട് തോന്നുമെങ്കിൽ പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ കസ്റ്റർഡ് പൗഡർ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പൊ ഇതൊന്ന് മധുരം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാമേ. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അല്പം മധുരം വേണമല്ലോ. ഞാൻ ഈ കുഞ്ഞ് സ്പൂണിന് 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു. ഇതേ പാല് നന്നായിട്ട് ചെറുതായിട്ട് തിളച്ചും തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ, അതല്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച്. ഇനി തീ കൂട്ടിയിടണ്ട. ഇത് നന്നായിട്ട് ഒന്ന് കട്ടിയാവണം. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പൊ ഞാൻ ഈ കസ്റ്റർഡ് പൗഡർ യൂസ് ചെയ്തുകൊണ്ട് ചെറിയൊരു മഞ്ഞ കളർ കാണും നമ്മുടെ ഐസ്ക്രീമിന്. കോൺസ്റ്റാർച്ച് ആണെങ്കിൽ നല്ല പ്യുവർ വെള്ളയായിരിക്കും. അപ്പൊ നിങ്ങളുടെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വാനില എസൻസും ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് എസൻസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചേർക്കാം. പൈനാപ്പിൾ എസൻസ്, മാംഗോ എസൻസ്. അപ്പൊ ഇത് ഒഴിച്ചൊരു 3-4 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കാമേ. ഈ പരുവം ഇത് മതി. ഞാൻ എക്സ്ട്രാ കസ്റ്റർഡ് പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. നന്നായിട്ട് തണുത്തു. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തേച്ച് അതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 3/4 ഗ്ലാസ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. ഇതാണ് നമ്മുടെ ഐസ്ക്രീമിനെ സോഫ്റ്റ് ആക്കുന്നതും ടേസ്റ്റ് കൂട്ടുന്നതും. ഇനി ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മുടെ ഈ പ്ലെയിൻ നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി പ്രോസസ്സിങ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ക്രീം ഒഴിച്ച ശേഷം നമ്മൾ തണുത്ത നമ്മുടെ ആ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഒഴിച്ചു വെക്കാൻ ഒരു പാത്രം എടുക്കാം. പ്ലാസ്റ്റിക്കോ കുപ്പിയുടെ ഏത് വേണമെങ്കിലും എടുക്കാമേ. അതിനുശേഷം നിങ്ങളുടെ ഈ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അതല്ല പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല, അതാണെങ്കിലും ഇങ്ങനെ ചെയ്ത് വെക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഐസ് ഇതിന്റെ മുകളിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിരുന്നാൽ ഐസ് ഫോം ആവില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. അപ്പൊ ഈ ബാക്കി പേപ്പർ കീറിക്കളഞ്ഞു. ഇനി ഇത് 8-9 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഇത് ഫ്രിഡ്ജിന്റെ കൂളിങ്ങിലും ഡിപ്പെൻഡ് ആണ്. ഞാനിപ്പോൾ 8-9 മണിക്കൂർ പറഞ്ഞ് ചിലപ്പോൾ അത് നേരത്തെ നിങ്ങളുടെ സെറ്റായി കാണും, ചിലപ്പോൾ അതിന് ശേഷമാകും സെറ്റ് ആവുന്നത്. എന്തായാലും നന്നായിട്ട് സെറ്റായ ശേഷം മാത്രമേ ഇത് പുറത്തെടുക്കാവൂ. ഞാനിത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കട്ടെ. നമുക്ക് ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇത് കുപ്പി പാത്രമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തു സെറ്റ് ആവാൻ.
അപ്പോൾ ഇപ്പൊ നന്നായിട്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റില്ല, പെട്ടെന്ന് ഇതിൽ നിന്നും ഇളകി വരില്ല. കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ലേശ സമയം ചൂട് പാത്രത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിന്റെ മുകളിലോ ഈ പാത്രം വെച്ചാലും പെട്ടെന്ന് ഇളകി വരും. ഞാനിത് ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു അർജന്റ് ഫോൺ വന്ന് സംസാരിച്ചുകൊണ്ട് നിന്ന് ഇത്തിരി കൂടുതൽ സമയം പുറത്തിരുന്നു പോയി. അതാണ് ഇങ്ങനെ ഇളക്കിയിട്ടപ്പോൾ അത് ലിക്വിഡ് ആവാൻ തുടങ്ങി. എനിക്ക് പൊതുവെ ഐസ്ക്രീം ഈ നല്ല കട്ടിയോടെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ചെറുതായിട്ടൊന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴാണ്. ഇതുപോലെ ഐസ്ക്രീം ബാറൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ പാത്രത്തിൽ കട്ട് ചെയ്ത് വെച്ച ശേഷം അത് അലിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഞാൻ കഴിക്കാൻ തുടങ്ങുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എന്തായാലും നമ്മുടെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയ സംഭവമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പൊ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം അറിയിക്കണം. വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.